നമസ്കാരം. അയ്യപ്പ വിഗ്രഹമടക്കം കവർ ചെയ്യാൻ അവരെത്തി. ഇതിനെല്ലാം വേണ്ടിയുള്ള രഹസ്യയോഗം ചേർന്നത് അങ്ങ് ബാംഗ്ലൂരിൽ വെച്ച്. ശബരിമലയിൽ സത്യത്തിൽ പദ്ധതിയിട്ടത് ഇതിനൊന്നുമായിരുന്നില്ല, വലിയ കവർച്ചയ്ക്കായിരുന്നു. ശ്രീകോവിലിലെ അവശേഷിക്കുന്ന സ്വർണം കൂടി തട്ടിയെടുക്കുവാൻ പ്രതികൾ പദ്ധതിയിട്ടു എന്നുള്ളതാണ്. ചിലപ്പോൾ അയ്യപ്പന്റെ പഞ്ചലോക വിഗ്രഹം വരെ അടിച്ചു മാറ്റിയേനെ ഇവർ. ബംഗളൂരിൽ രഹസ്യയോഗമൊക്കെ ചേർന്ന് പോറ്റിയും ഗോവർദ്ധനും പങ്കജ് ഭണ്ഡാരിയും ഒക്കെ ചേർന്ന് നടത്തുന്ന ഒരു രഹസ്യയോഗം നടത്തുന്നു. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം കടത്തിയത് ഒരു സംഘടിത നീക്കത്തിലൂടെയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്ന്, ആ വൻ തകർച്ചയും വൻ കവർച്ചയുമാണ് അവിടെ പദ്ധതിയിട്ടത് എന്ന് SIT അടക്കം പറയുന്നുമുണ്ട്. ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളാണ്. അതായത് 2025 ഒക്ടോബറിൽ ബംഗളൂരിൽ വെച്ച് ഗൂഢാലോചന നടത്തുന്നു, ഇവിടെ എങ്ങനെയാണ് ഒരു കവർച്ച നടത്തേണ്ടത് എന്ന്. അപ്പോൾ ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ശബരിമലയെ കൊണ്ടെത്തിച്ചത് ഇവിടുത്തെ ഉദ്യോഗസ്ഥ പ്രമാണിമാരും ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ദേവസ്വത്തിന്റെ മന്ത്രിമാരും തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കേട്ടോ. കാരണം ആർക്കും എവിടെ ഇരുന്നും ആലോചിക്കാം, ഇങ്ങ് കാനനവാസനായ അയ്യപ്പന്റെ നടയിൽ വന്ന് സ്വർണം പൂശിയ ഇടങ്ങൾ അത്രയും അടിച്ചുമാറ്റി ശബരിമലയിൽ തന്നെ മൊത്തത്തിൽ കവർച്ച ചെയ്യുവാനുള്ള വലിയ പദ്ധതിയാണ് അവർ ആസൂത്രണം ചെയ്തത്. ആ പദ്ധതി ആസൂത്രണം ചെയ്യണമെങ്കിൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ ഈ കള്ളന്മാർ മാത്രമല്ല, അവർക്ക് കൂട്ടുനിന്ന ഇവിടുത്തെ ആരാണെങ്കിലും, അത് തന്ത്രിയാണെങ്കിലും മന്ത്രിയാണെങ്കിലും ഒപ്പം ഈ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള VIP ആരാണെങ്കിലും അവരെല്ലാം അകത്തു പോകേണ്ടതാണ്. അപ്പോൾ അത്രത്തോളം വലിയ ഒരു ഗൂഢാലോചനയാണ് ഇവർ നടത്തിയത്. ഈ അന്വേഷണ സംഘം തന്നെ ഈ കവർച്ചയെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത് അങ്ങനെയാണ്: സംഘടിതമായിട്ടുള്ള ഒരു കുറ്റകൃത്യം, അയ്യപ്പനെ അടക്കം അല്ലെങ്കിൽ സർവ്വ സ്വർണവും അടിച്ചു മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ സംഘടിത ശ്രമം. ശ്രീകോവിലിൽ അവശേഷിക്കുന്ന സ്വർണം കൂടി തട്ടിയെടുക്കുവാനുള്ള പദ്ധതികളാണ് അവർ പ്രതികൾ ഇട്ടിരുന്നത് എന്നായിട്ട് കേസ് ഹൈക്കോടതിക്ക് മുന്നിലെത്തിയപ്പോൾ പ്രധാന പ്രതികൾ ബംഗളൂരുവിൽ ഒരു രഹസ്യ യോഗം ചേർന്നുകൊണ്ട് ഗൂഢാലോചന നടത്തിയതായിട്ടുള്ള അടക്കം റിപ്പോർട്ടിൽ പറയുന്നു. കേസിൽ ഉൾപ്പെട്ടാൽ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് യോഗത്തിൽ ചർച്ച ചെയ്യുന്നതടക്കം SIT കണ്ടെത്തിയിട്ടുണ്ട്. ദ്വാരപാലക ശില്പങ്ങളിലെയും 7 ഭാഗങ്ങളുള്ള കട്ടളപ്പാളികളിലെയും ശ്രീകോവിലെയും സ്വർണം പൊതിഞ്ഞ ഭാഗങ്ങളിൽ നിന്ന് അടക്കം സ്വർണം കവരാൻ ഗൂഢാലോചന നടന്നു എന്നുള്ളതാണ്. കട്ടളപ്പാളിയിൽ നിന്ന് 409 ഗ്രാം സ്വർണമാണ് സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ച് ശങ്കർ എന്ന വിദഗ്ധൻ വേർതിരിച്ചെടുത്തത് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഈ സ്വർണം പിന്നീട് ബെല്ലാരിയിലെ വ്യാപാരിയായിട്ടുള്ള ഗോവർദ്ധന്റെ കൈവശം എത്തിച്ചതായിട്ടും SIT റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് ശബരിമല സ്വർണ്ണക്കടത്ത് കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലെത്തിയത്. തട്ടിപ്പ് ബോധ്യപ്പെട്ടതോടെ കോടതിയുടെ കർശന ഇടപെടൽ ഉണ്ടാകുന്നു. ഈ സമയത്താണ് കേസിലെ പ്രധാനപ്പെട്ട 3 പ്രതികൾ ബംഗളൂരുവിൽ ഒത്തുചേർന്നത് എന്ന് SIT കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു. കേസ് കോടതിയുടെ പരിഗണനയിലിരിക്കെ കഴിഞ്ഞ ഒക്ടോബറിൽ ബംഗളൂരിൽ വെച്ച് 1-ാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി, 9-ാം പ്രതിയായിട്ടുള്ള പങ്കജ് ഭണ്ഡാരി, 10-ാം പ്രതിയായിട്ടുള്ള ഗോവർദ്ധൻ എന്നിവരാണ് അന്ന് അവിടെ രഹസ്യ കൂടിക്കാഴ്ച നടത്തിയത്. എന്തിനായിരുന്നു ആ രഹസ്യ കൂടിക്കാഴ്ച? 2019 നടന്ന സ്വർണ്ണക്കൊള്ള പുറത്തു വരാതിരിക്കുവാനും കേസിന്റെ ഗതി മാറ്റാനുമായിരുന്നു ഈ കൂടിക്കാഴ്ച എന്നുള്ള കണ്ടെത്തലിലേക്ക് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എത്തുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ 2019 നടന്ന സ്വർണ്ണക്കൊള്ള 2025 എത്തുമ്പോഴും അല്ലെങ്കിൽ 26 എത്തുമ്പോഴും നമുക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഈ അന്വേഷണ സംഘത്തിന്റെ വീഴ്ചയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെന്ന് പറയപ്പെടുന്നത് ആ ശബരിമലയെ മൊത്തത്തിൽ കൊള്ളയടിക്കാൻ വേണ്ടി കൂട്ടുനിന്നവരാണ് എന്നുള്ളതാണ്. ശബരിമല ശ്രീകോവിലിലെ സ്വർണം തട്ടിയെടുക്കുവാനും ഈ പറയുന്ന പ്രതികളെല്ലാം പദ്ധതിയിട്ടിരുന്നു എന്നുള്ളതാണ്. ഇവരുടെയൊക്കെ മൊബൈൽ ടവർ ലൊക്കേഷൻ വിവരങ്ങൾ പരിശോധിച്ചാണ് SIT ഈ നിഗമനത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ്. കേസിൽ ഉൾപ്പെട്ടാൽ സ്വീകരിക്കേണ്ട നടപടികളെ കുറിച്ച് പോലും ഇവർ അവിടെ ചർച്ച നടത്തി എന്ന് പറയപ്പെടുന്നു. 1995 മുതൽ ശബരിമലയിൽ സന്ദർശകനായിരുന്നു ഈ ഗോവർദ്ധൻ. 1998 UV ഗ്രൂപ്പ് ശ്രീകോവിലിൽ സ്വർണ്ണപ്പാളികൾ പൊതിഞ്ഞതിനെ കുറിച്ച് അവർക്ക് വളരെ അറിവുണ്ടായിരുന്നതാണ്. താമസിയാതെ നടത്തിയ സ്വർണ്ണക്കൊള്ളയിൽ താൻ വാങ്ങിയ സ്വർണത്തിന് 14.97 ലക്ഷം രൂപ നൽകിയെന്ന് ഗോവർദ്ധൻ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇത് കുറ്റകൃത്യത്തിൽ അദ്ദേഹത്തിന്റെ പങ്കാളിത്തം വ്യക്തമാക്കുന്നതായി SIT ചൂണ്ടിക്കാട്ടുകയാണ്. ശബരിമല അയ്യപ്പന്റെ സ്വർണത്തിന്റെ സൂക്ഷിപ്പുകാർ ദേവസ്വം ബോർഡാണ്. സ്വർണം വാങ്ങുന്നതിനോ ബോർഡിന് പണം നൽകുന്നതിനോ ഗോവർദ്ധനെ ആരും തന്നെ ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നും പണം നൽകിയ കുറ്റകൃത്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്നുകൂടി അന്വേഷണ സംഘം വ്യക്തമാക്കുന്നുമുണ്ട്. ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് സ്വർണം കടത്തിയ കേസിൽ 15 പ്രതികളാണുള്ളത്. കട്ടളപ്പാളിയിൽ നിന്ന് സ്വർണം കടത്തിയ കേസിൽ 12 പ്രതികളാണുള്ളത്. സ്വർണ്ണക്കടത്ത് കേസിലെ വിശദാംശങ്ങൾ വ്യക്തമാക്കുന്ന SIT റിപ്പോർട്ട് നിയമ നടപടികളിൽ വളരെ നിർണായകമാകുന്ന ഒരു കാഴ്ചപ്പാടിലേക്കും അതിന്റെ യാത്രയിലുമാണ്.
കേസിൽ പത്മകുമാർ നടത്തിയ തിരുത്തലുകളും കള്ളക്കളികളും അക്കമിട്ട് നിരത്തിക്കൊണ്ടുള്ള നിർണായക കണ്ടെത്തലുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പിച്ചളപ്പാളികളെ ചെമ്പുപാളികളാക്കി മാറ്റിയത് മുതൽ തന്ത്രിയുടെ പേരിൽ വ്യാജരേഖകൾ ചമച്ചത് വരെ നീളുന്ന വലിയൊരു ഗൂഢാലോചനയുടെ ചുരുളാണ് ഇപ്പോൾ അഴിയുന്നത് എന്നുള്ളതാണ്. ദേവസ്വം ബോർഡ് മിനിറ്റ്സിൽ മനഃപൂർവ്വം തിരുത്തലുകൾ വരുത്തിയത് പത്മകുമാർ തന്നെയാണ് എന്ന് SIT കണ്ടെത്തി കഴിഞ്ഞു. മിനിറ്റ്സിൽ പിച്ചളപ്പാളി എന്ന് എഴുതിയത് വെട്ടി ചെമ്പുപാളി എന്നാക്കി മാറ്റുകയും സ്വന്തം കൈപ്പടയിൽ അനുവദിക്കുന്നു എന്ന് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ഈ തിരുത്തലിന് ശേഷമാണ് പാളികൾ പോറ്റിക്ക് കൈമാറിയത് എന്നുള്ളതാണ്. സ്വർണത്തിന്റെ അളവിലും മാറ്റത്തിലും കൃത്രിമം കാട്ടാൻ മുൻകൂട്ടി തയ്യാറാക്കിയ പ്ലാൻ പ്രകാരമാണ് ഈ തിരുത്തൽ നടന്നത് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം പോലും. തന്ത്രിയുടെ അനുമതിയോടെയാണ് എല്ലാം നടന്നത് എന്ന പത്മകുമാറിന്റെ വാദം പൂർണ്ണമായിട്ടും തെറ്റാണ് എന്ന് SIT വ്യക്തമാക്കുകയും ചെയ്യുന്നു. കട്ടളപ്പാളികൾ അറ്റകുറ്റപ്പണി നടത്താൻ തന്ത്രി ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് മാത്രമല്ല, ഇതിനായിട്ട് തന്ത്രി ഒരു രേഖയും നൽകിയിട്ടുമില്ല. മഹസറിൽ തന്ത്രി ഒപ്പിട്ടെന്ന വാദത്തിനും തെളിവുകളില്ല. തന്ത്രിയെയും തന്ത്രിയുടെ ഓഫീസിനെയും മറയാക്കി വലിയ കൊള്ളയാണ് ശബരിമലയിൽ നടന്നത് എന്ന് ഇതോടെ വ്യക്തമാകുന്നു. കേസിൽ പത്മകുമാറിന് പുറമെ മറ്റ് വമ്പന്മാരിലേക്കും അന്വേഷണം നീങ്ങുകയാണ്. സംഭവത്തിൽ ശങ്കർദാസിനെ നമുക്കറിയാമല്ലോ, ശങ്കർദാസിനെ 11ാം പ്രതിയായി SIT ചേർത്ത് കഴിഞ്ഞു. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയിൽ ശങ്കർദാസിനും വ്യക്തമായിട്ടുള്ള പങ്കുണ്ട് എന്നുള്ളതാണ് കണ്ടെത്തൽ. കൂടുതൽ ഉന്നതർ പ്രതിപട്ടികയിലേക്ക് വരാൻ സാധ്യതയുള്ളതിനാൽ ദേവസ്വം ബോർഡിനുള്ളിൽ ഇപ്പോൾ തന്നെ ചങ്കെടുപ്പ് ഏറിയിരിക്കുകയാണ് എന്നുള്ളതാണ്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള എന്ന് പറയപ്പെടുന്ന ഒരു സംഘടിത കുറ്റകൃത്യമാണ് എന്നും സംഭവത്തിന് പിന്നിൽ വിശാലമായിട്ടുള്ള ഗൂഢാലോചന നടന്നതായിട്ടും പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞു. 2019 ദേവസ്വം ബോർഡിനുണ്ടായത് വീഴ്ചകളുടെ പരമ്പരയായിരുന്നു എന്നതടക്കം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. അറ്റകുറ്റപ്പണിക്കെന്ന പേരിൽ മാറ്റിയ സ്വർണ്ണപ്പാളികൾ എവിടെ പോയി എന്നതിനെക്കുറിച്ച് SIT കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്. കട്ടിളപ്പാളികൾ മാറ്റാൻ ആരും ആവശ്യപ്പെടാതിരിക്കെ മിനിറ്റ്സിൽ തിരുത്തലുകൾ വരുത്തി ധൃതി പിടിച്ച് എന്തിനിത് കടത്തിക്കൊണ്ടുപോയി എന്ന ചോദ്യത്തിന് ഉത്തരമാകുമ്പോൾ കേരളം കണ്ട വലിയൊരു അഴിമതി കഥയുടെ ക്ലൈമാക്സ് ആകും.